കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 27. ഈ നിമിഷം മരിച്ചുപോയെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതെത്ര ഭീകരമായ നിമിഷമാണെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. ഈ വേദന അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. തലയിൽ വീഴുന്ന വെള്ളത്തുള്ളികൾക്കൊപ്പം മിഴിനീരും നിണവും കലർന്നൊഴുകി. ഒരുവിധം കുളിച്ചെന്നു വരുത്തി വെള്ളത്തെ തുടച്ചു കളഞ്ഞിട്ട് ബാത്റൂമിലെ ചെറിയ കബോർഡിനുള്ളിൽ നിന്ന് സാനിറ്ററി പാഡ് എടുക്കുമ്പോൾ അതിനു മുകളിൽ ആലിയുടെ കണ്ണുനീർ തുള്ളി കൂടി പൊഴിഞ്ഞു വീണു. വേഷം മാറി പുറത്തേക്കിറങ്ങിയ ആലി കാണുന്നത് മൂളിപ്പാട്ടുമായി കടയിൽ പോകാനൊരുങ്ങുന്ന ആദത്തിനെയാണ്. അവനെ മുഖമുയർത്തി നോക്കാൻ ത്രാണിയില്ലാതെ കുനിഞ്ഞ മുഖത്തോടെ കട്ടിലിൽ തളർന്നിരുന്നപ്പോൾ "നീ ഓഫീസിൽ പോകുന്നില്ലേ ആലി" എന്ന് ചോദിച്ച് തിരിഞ്ഞവൻ അവളുടെ ഇരിപ്പ് കണ്ട് അവളുടെ അരികിലിരുന്ന് തോളിൽ കൈയിട്ട് മുറുകെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് നെറുകയിൽ ചുംബിച്ച് അലിവോടെ പറഞ്ഞു, "പോട്ടെ, നമുക്ക് അടുത്ത മാസം നോക്കാം. നീ തളർന്നു പോകാതിരുന്നാൽ മാത്രം മതി. ഇനി കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ തന്നെ നീ എനിക്കും ഞാൻ നിനക്കും കുട്ടിയായി മാറാം." ഒന്നും പറയാതെ എന്റെ ചെറിയൊരു മാറ്റത്തിൽ തന്നെ എന്നെ മനസ്സിലാക്കുന്ന ആദത്തിനെ എങ്ങനെ ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കും? എന്റെ ആദത്തിനെ എനിക്ക് വേണം. ആദത്തിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആലിയുടെ സങ്കടങ്ങളുടെ ഭാരം ആദത്തിന്റെ നെഞ്ചിലേക്കും പകുത്തു നൽകി. "ആലി" ആദം വിളിച്ചിട്ടും വിളി കേൾക്കാതെ ഒന്നുകൂടി അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയതും അവളുടെ കവിളുകൾ കൈക്കലാക്കി നിറഞ്ഞ കണ്ണിലും കവിളിലും ചുണ്ടിലും മാറി മാറി മുത്തം വെച്ചവൻ വിളിച്ചു, "കുഞ്ഞാവേ, എന്നാത്തിനാടാ കരയുന്നത്?" ആദത്തിന്റെ കുഞ്ഞാവേ വിളി കേട്ടപ്പോൾ കരച്ചിലിനിടയിലും ആലിയുടെ ചുണ്ടുകൾ ചെറുതായി മന്ദഹസിച്ചു. "ഇങ്ങനെ കരഞ്ഞു മൂടിക്കെട്ടിയിരുന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുവോ?" "ഇല്ല." ആലിയുടെ മറുപടി കിട്ടിയതും ആദം പിന്നെയും പറഞ്ഞു, "പീരീഡ്സ് ആയത് കരഞ്ഞു വിളിച്ച് നാട്ടുകാരെ കൂടി അറിയിക്കാതെ നല്ല കുട്ടിയായി ഓഫീസിൽ പോകാൻ നോക്ക്. ഇവിടെ ഒറ്റയ്ക്കിരുന്നാൽ ഇനിയും മനസ്സ് വെറുതെ സങ്കടപ്പെടും. പോകാമോ?" പോകാം." "എന്നാൽ എഴുന്നേറ്റ് നല്ല കുട്ടിയായി ഒരുങ്ങി വാ. ഇന്ന് നിന്നെ കൊണ്ടാക്കിയിട്ടേ ഞാൻ കടയിൽ പോകുന്നുള്ളൂ." തലയാട്ടിയിട്ട് ഒരുങ്ങാൻ തുടങ്ങുന്ന ആലിയിൽ കുറുമ്പ് കാട്ടി അവളുടെ മനസ്സിനെ ഒരുവിധം നേരെ ആക്കിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി രണ്ടുപേരും പുറത്തേക്കിറങ്ങിയത്. അവർക്ക് കഴിക്കാൻ വിളമ്പുന്നതിനിടയിൽ അമ്മച്ചി പറഞ്ഞു, "ആദം, നമുക്ക് നാളെ തമിഴ്നാട്ടിലെ ഒരു പള്ളി വരെ പോകണം. നാളെ പോയാൽ ഞായറാഴ്ച തിരിച്ചു വരാം. പള്ളിയുടെ കാര്യം ജീനമ്മ പറഞ്ഞതാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്." കഴിക്കാനെടുത്ത് വായിൽ വെച്ച ദോശ ആലിയുടെ തൊണ്ടയിൽ കുടുങ്ങി. തന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാനാണ് ഇപ്പോഴുള്ള പള്ളിയിൽ പോക്കെന്നോർത്തപ്പോൾ ആലി തകർന്നിരുന്നു. "അമ്മച്ചി, പള്ളിയിൽ നമുക്ക് അടുത്തയാഴ്ച പോകാം. ആലിക്ക് വയ്യാതിരിക്കുകയാണ്." ആദം കഴിച്ചുകൊണ്ട് തന്നെ കാര്യമായി പറഞ്ഞതും ആലി ചെറുതായി തലയുയർത്തി നോക്കിയപ്പോൾ വീർത്ത മുഖവുമായി അമ്മച്ചി അപ്പച്ചനെ നോക്കുന്നത് കണ്ടവൾ തല താഴ്ത്തിക്കളഞ്ഞു. എത്രയും വേഗം അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ത്വരയോടെ ഒരു ദോശ കഷ്ടിച്ച് വാരിക്കഴിച്ച് പാത്രവുമെടുത്ത് കിച്ചണിലേക്ക് നടക്കുമ്പോൾ ആദം വിളിച്ചു പറഞ്ഞു, "ആലി, നീ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതുപോലെ കഴിച്ചിട്ടില്ല. പാല് കുടിക്കാതെ നിന്നെ വീടിന്റെ പടിക്ക് പുറത്ത് ഞാൻ വിടില്ല." "ഞാൻ കുടിക്കാം, ആദം കഴിക്ക്." അതും പറഞ്ഞ് കിച്ചനകത്തേക്ക് കയറിയപ്പോൾ ആലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മച്ചിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഉച്ചയ്ക്കുള്ള ഫുഡ് പാത്രത്തിലാക്കി തരുന്ന അമ്മച്ചി ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. രാവിലെ കഴിക്കാതെ പോകുമ്പോൾ നിർബന്ധിച്ചു പാല് തരുന്ന അമ്മച്ചി ഇപ്പോൾ പാല് കാച്ചി വെക്കാറില്ല. ദിവസങ്ങൾ പോകുന്തോറും മിണ്ടുന്നത് കൂടി കുറഞ്ഞു പോയിട്ടുണ്ട്. ഒന്നും സംഭവിക്കാത്തതുപോലെ ആദത്തിന്റെ മുന്നിൽ നല്ലതുപോലെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് 3 പേർക്കും കഴിയുന്നുണ്ട്. അല്പം പാലെടുത്ത് കാച്ചാൻ സ്റ്റൗവിൽ വെച്ച് ചിന്തിക്കുന്നതിനിടയിൽ പിന്നെയും ആലിയുടെ ഹൃദയം തേങ്ങി. ഒരുപാട് സ്നേഹം കാണിച്ചിരുന്നയാൾ, കരുതൽ കാണിച്ചിരുന്നയാൾ പെട്ടെന്ന് അതൊക്കെ നിർത്തുമ്പോൾ തോന്നുന്ന വേദന ആലി അനുഭവിച്ചു തുടങ്ങി. ജോലി ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. പക്ഷേ കാച്ചിയ പാൽ പെട്ടെന്ന് തണുപ്പിച്ച് കുടിച്ച് പാത്രവും കഴുകി വെച്ചിട്ട് റൂമിലേക്ക് ചെന്നപ്പോൾ ആദം ചാവി എടുക്കുന്നതിനിടയിൽ ചോദിച്ചു, "നീ പാല് കുടിച്ചായിരുന്നോ?" "ഞാൻ കുടിച്ചാദം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കാതെ എന്നെ ഓഫീസിൽ കൊണ്ടാക്കാൻ നോക്ക്. ഇപ്പോൾ തന്നെ സമയം പോയി." അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവർ ഗേറ്റ് കടന്നതും റോസി ഭർത്താവിനെ നോക്കി പറഞ്ഞു, "ചാച്ചേ, എനിക്ക് എന്റെ ആദത്തിന്റെ കുഞ്ഞിനെ കാണണം.
ഇനിയും ആലി പ്രസവിക്കുമെന്ന് കരുതി കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല. ചാച്ച അവളെ പറഞ്ഞു മനസ്സിലാക്കി ആദത്തിനെ സോയയുമായി ചേർത്ത് വെക്കണം. റോസി, ഞാൻ എങ്ങനെയാടി മോളോട് ഇങ്ങനെ പറയുന്നത്? ആലിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലല്ലോ. ആദത്തിന് വേറെ കെട്ടു നടത്തിയാൽ ആലിയെ എവിടെ പറഞ്ഞു വിടും? ചാച്ച ഇങ്ങനൊക്കെ ചോദിച്ച് എന്നെയും ധർമ്മസങ്കടത്തിലാക്കരുത്. അവൾക്ക് പോകാൻ അവളുടെ വീട് തന്നെയുണ്ടല്ലോ. കൂടെ ആരെയെങ്കിലും നിർത്തിയാൽ മതിയല്ലോ. അതുമല്ലെങ്കിൽ കുട്ടികളുള്ള ആരെയെങ്കിലും കൊണ്ട് ആലിയുടെ കെട്ട് നടത്താം. റോസി, പറയുമ്പോൾ എല്ലാം എളുപ്പമാണ്. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നും രണ്ടുമല്ല, 20 വർഷത്തെ അടുപ്പമുണ്ട് അവർ തമ്മിൽ. അവസാനം നമ്മൾ കരയേണ്ടി വരരുത്. ചാച്ച ഒന്നിലും ഇടപെടേണ്ട, കൂടെ നിന്ന് തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഈ പള്ളിയിലും കൂടി പോയി നോക്കിയിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം ഞാൻ നടത്തിയിരിക്കും. നമുക്കൊരു മോളുണ്ട്, അവൾക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ നീ എന്നാ ചെയ്യും? ഭർത്താവിന്റെ ചോദ്യത്തിന്റെ ടോൺ മാറിയതും ചെറിയ അരിശത്തോടെ റോസി പറഞ്ഞു, എന്റെ മോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ഉറപ്പായും ഉള്ള ബന്ധം ഒഴിഞ്ഞിട്ട് ഏതെങ്കിലും ഭാര്യ മരിച്ച കുഞ്ഞുള്ള ചെക്കനെ കൊണ്ട് കെട്ടിക്കും. മറ്റുള്ളവർക്ക് ബാധ്യതയായി ഒരു വീട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. ഭാര്യയുടെ ഉത്തരത്തിൽ മറുവാക്കില്ലാതെ ആന്റണി വിജനതയിലേക്ക് നോക്കിയിരുന്നു. കാറും കോളും ഇടിയും പുകയും നിറഞ്ഞ 4 മാസങ്ങൾ മിന്നലടിക്കുന്ന വേഗതയിൽ കടന്നുപോയി. ബീനയുടെ ഉദരത്തിലെ ബീജം 5 മാസത്തെ വളർച്ചയെത്തി പെൺകുഞ്ഞായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. പള്ളിയിൽ പോയിട്ടും ആലിയിൽ പ്രത്യേകിച്ചു മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ മാസമുറ വന്നതും ഒളിഞ്ഞു വഴക്ക് പ്രഖ്യാപിച്ചിരുന്ന റോസി തെളിഞ്ഞുള്ള യുദ്ധം തുടങ്ങി. ഈ സംഭവം ഇതുവരെയും ആദത്തിന്റെ കാതിലെത്താതെ 3 പേരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ചിട്ടി പിടിച്ച് കാറ് വാങ്ങിക്കൊടുത്തപ്പോൾ വീട്ടിൽ AC വെക്കണമെന്നും വീടിന്റെ മുൻവശമൊന്ന് പുതുക്കി പണിയണമെന്ന് പറഞ്ഞ് വീട്ടുകാർ പ്രഷർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആശയും പ്രവീണും തമ്മിൽ തല്ലും തുടങ്ങി. 4 മാസത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് കണ്ണീർ കടലുകൾ താണ്ടേണ്ടി വന്നെങ്കിലും പൃഥ്വിനൊപ്പമുള്ള നിമിഷങ്ങൾ ഹേമയ്ക്ക് സുന്ദരമായിരുന്നു. അവനെ കൊണ്ട് കഴിയുന്നതുപോലെ എന്തു പണിയെടുത്തും അവരെ പട്ടിണിക്കിടാതെ നോക്കാൻ അവൻ നല്ലതുപോലെ ശ്രമിച്ചു. ഹേമ കോളനിയിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ടും തുടങ്ങി. നന്ദഗോപൻ വിഷമങ്ങളെ മറക്കാൻ ജോലിയും യോഗയും പുസ്തകങ്ങളുമായി കൂട്ടുകൂടി പുതിയൊരു ജീവിത രീതി ചിട്ടപ്പെടുത്തി. അപ്പോഴും ഉള്ളിലെ കനലുകൾ അണയാതെ കത്തുന്നുണ്ടായിരുന്നു. നൈലാദേവിക്ക് ശരിക്കും ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു തുടങ്ങി. കൂട്ടിനൊരാളെ തേടാൻ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. ഒന്നും കരയ്ക്കടുക്കാതെ ചെറിയ നിരാശയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയപ്പോൾ ഇടുക്കിയിൽ നിന്നും കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ കല്യാണത്തിന് വിളിച്ചതും അവളിൽ ചെറിയ പ്രതീക്ഷകൾ രൂപം കൊണ്ടു. തനിക്കുള്ളവനെ അവിടെ നിന്നും കിട്ടുമെന്ന് നൈലയുടെ മനസ്സ് പറഞ്ഞു. കട്ടിലിലിരിക്കുന്ന ബീനയുടെ നീര് വന്ന് വീർത്ത കാലിൽ തടവി അഭി പറഞ്ഞു, നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് എനിക്ക് ഇടുക്കിയിൽ പോകാൻ തോന്നുന്നില്ല. ഞാൻ പോകുന്നില്ലടി, അവന്മാർ രണ്ടും പോകട്ടെ. എന്റെ അബീക്ക, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. നമ്മുടെ മോളും മിടുക്കിയായിരിക്കുകയാണ്. കല്യാണത്തിന് പോകാതിരിക്കുന്നത് ശരിയല്ല. ആർക്കും കേറാൻ കഴിയാത്ത നിങ്ങൾ 3 പേരിലേക്കും ഫ്രെഡി ഇടിച്ചു കയറിയതല്ലേ. നിങ്ങളും അയാൾക്കൊരു സ്പേസ് കൊടുത്തിരുന്നതല്ലേ. ഇത്രയും വർഷം കാത്തിരുന്ന് വീട്ടുകാരുടെ സമ്മതത്തോടെ സ്വന്തം പ്രണയത്തെ ചേർത്തു പിടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കൂടെ വേണമെന്ന് അത്രയും കാര്യമായി വന്ന് പറഞ്ഞതല്ലേ. അന്നേരം അവരുടെ മാരേജിന് പോകാതിരിക്കുന്നത് ശരിയാണോ? നീ പറയുന്നത് ശരിയാണ്, എന്നാലും നിന്നെ ഇങ്ങനെ. അബീക്ക, എന്നെ നോക്കാൻ ഞാൻ 2 ദിവസത്തേക്ക് എന്റെ ഉമ്മയെ വിളിച്ചു നിർത്താം. ഇപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ അത്യാവശ്യം ഉമ്മയും ഉമ്മിച്ചാമ്മയും ചെയ്യുന്നുണ്ടല്ലോ. വീട് വൃത്തിയാക്കാനും മുറ്റം വൃത്തിയാക്കാനും എല്ലാ ആഴ്ചയും ആള് വരുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അന്നേരം പിന്നെ പോകാമല്ലേ? ചെറു ചിരിയോടെ ചോദിക്കുന്ന അബിയെ നോക്കി നിറഞ്ഞ ചിരിയോടെ ബീന പറഞ്ഞു, 3 പേരും കൂടി പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ആശേ, ഞങ്ങൾ ഉച്ചയോടെ ഇടുക്കിയിലേക്ക് തിരിക്കും. അബി ബീന അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ബീന തന്നെ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പ്രവീൺ പറഞ്ഞത് കേട്ടിട്ടും പാത്രം കഴുകുന്നതിൽ ശ്രദ്ധിച്ചതല്ലാതെ ആശ തിരിഞ്ഞു നോക്കിയില്ല. കയ്യിൽ കിട്ടിയ പാത്രം ദേഷ്യത്തോടെ താഴേക്കെറിഞ്ഞ് ചവിട്ടിത്തുള്ളി പ്രവീൺ അകത്തേക്ക് പോയതും ഒന്നും സംഭവിക്കാത്തതുപോലെ ആശ പിന്നെയും പാത്രം കഴുകാൻ തുടങ്ങി. കൊണ്ടുപോകാനുള്ളതൊക്കെ തേച്ചു മടക്കി പെട്ടിയിൽ വെക്കുമ്പോൾ പ്രവീൺ മനസ്സിൽ പറഞ്ഞു, നിനക്ക് കുറച്ച് കുഴുപ്പ് കൂടുന്നുണ്ട്. ഇതിനൊക്കെയുള്ളത് ഞാൻ പോയിട്ട് വന്നിട്ട് തരാം. ഇപ്പോഴെനിക്ക് വേണ്ടത് ഇത്തിരി സമാധാനമാണ്.
ആദം, ഈ ഷർട്ട് മതിയോടാ, ഇതിട്ടാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. എന്നെ കാണാൻ ഒരുപാട് ഭംഗിയുള്ളത് നീ മാത്രം കണ്ടാൽ മതി, മറ്റുള്ളവരെ കാണിക്കേണ്ട. ഒതുക്കുന്നതിനിടയിൽ തന്നെ ചേർത്ത് പിടിച്ച് കഴുത്തിൽ ചുംബിച്ച് ചെവിയോരം ഇക്കിളി കൂട്ടുന്നവനെ ഉയർന്ന നിശ്വാസത്തിൽ മാടി വിളിച്ച് ഒരു പുതുമഴ പെയ്തു തോർന്ന് അവന്റെ നെഞ്ചിലേക്ക് തളർന്നു കിടന്ന് ആലി പറഞ്ഞു. കണ്ടോ, സമയം മൊത്തം പോയി, ഞാൻ ഒന്നും ചെയ്തില്ല. കള്ളച്ചിരിയോടെ ആദം ചോദിച്ചു. അപ്പോൾ ചെയ്തത് മൊത്തം നീയല്ലേ? ആദം, ഞാൻ അതല്ല പറഞ്ഞത്. ആദത്തിന് കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കിയില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ഒരുമിച്ച് റെഡിയാക്കാം. നീ കുറച്ചു സമയം ഇങ്ങനെ തന്നെ കിടക്ക്. അരമണിക്കൂറും കൂടി അങ്ങനെ കിടന്നിട്ട് ഫ്രഷായി രണ്ടുപേരും കൂടി കൊണ്ടുപോകാനുള്ളതൊക്കെ ഒതുക്കി ഫുഡ് കഴിച്ചപ്പോഴേക്കും പുറത്ത് പ്രവീണിന്റെ കാറിന്റെ ഹോൺ മുഴങ്ങിയിരുന്നു. പോകാനായി ഇറങ്ങുന്നതിന് മുന്നേ അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് സിറ്റൗട്ടിൽ വെച്ച് ആലിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഡിക്കിയിൽ സാധനം വെച്ചിട്ട് പിന്നിൽ കയറിയിരുന്ന് പിന്നെയും കൈവീശി യാത്ര പറയുമ്പോൾ ചെറിയ പുഞ്ചിരിയോടെ ആലിയും കൈവീശി 3 പേർക്കും യാത്ര പറഞ്ഞിരുന്നു. സിറ്റൗട്ടിൽ നിന്ന് നോക്കിയപ്പോൾ ആശയും ബീനയും അവരുടെ വീടിന്റെ സിറ്റൗട്ടുകളിൽ നിൽക്കുന്നത് കണ്ട് അവർക്കും ചിരി സമ്മാനിച്ച് കൈവീശി കാണിച്ചിട്ട് ആലി അകത്തേക്ക് കയറിയതും അമ്മച്ചി അവരുടെ മുറിവാതിൽ വലിയ ശബ്ദത്തിൽ വലിച്ചടച്ചിരുന്നു. നൈലയും അവളുടെ കാറിൽ ഇടുക്കിയിലേക്ക് യാത്ര തുടങ്ങിയിരുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.